മഞ്ഞുമ്മൽ ബോയ്സ് ഒരു യഥാർത്ഥ സംഭവത്തെ അത് ദൃശ്യാവിഷ്കരിക്കുമ്പോൾ പലപ്പോഴും അല്ലെങ്കിൽ സിനിമയാകുമ്പോൾ നമുക്കത് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. പക്ഷേ ഇവിടെ മഞ്ഞുമ്മൽ ബോയ്സ് അവരെ ഇപ്പം ഇൻ്റർവ്യൂവും കൂടി കണ്ടു കഴിഞ്ഞപ്പം അതേപോലെ തന്നെയാണ്, ഏകദേശം എക്സാക്ട്ലി സെയിം ആയിട്ട് തന്നെയാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയും എടുത്തു വെച്ചിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ സർവൈവൽ ത്രില്ലർ ആ ഒരു ജേണറിൽ വരുന്ന ആ ഒരു സിനിമയുടെ നമ്മുടെ അതിൻ്റെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, അതായത് പണ്ടുള്ള ഏതൊരു ഇൻ്റർവ്യൂ ആണ് അതിപ്പോൾ 4 ലക്ഷം പേരുടെ കണ്ടതാണ്. സോ ആ ഒരു ഇൻ്റർവ്യൂ കാണുമ്പോൾ മീൻസ് ഒരു കൂട്ടുകാരന് വേണ്ടി ബാക്കിയുള്ള കൂട്ടുകാർ മീൻസ് അതിൻ്റെ മുന്നേ 13 പേരോളം അവിടെ ഗവൺമെൻറ് റെക്കോർഡിക്കലി മരിച്ചു പോയവരുണ്ട്. എല്ലാം ഉണ്ടായിട്ടും ആ കൂട്ടുകാരനെ അവിടെ നിന്ന് രക്ഷിച്ചെടുക്കാൻ കാണിച്ച ആ ഒരു ധൈര്യവും കാര്യങ്ങളും, അതായത് സ്വന്തം ജീവൻ റിസ്ക് വെച്ചിട്ട് തന്നെയാണ് അതിനുള്ളിലേക്ക് ഇറങ്ങിപ്പോയ പുള്ളി ആ മീൻസ് പോയിട്ടുണ്ടാവും, ഉറപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും റിസ്ക്കും നമുക്കിപ്പം സിനിമയിൽ കാണുന്ന സമയത്ത് തന്നെ സിനിമ ആ വിഷ്വൽ അവരുടെ പഴയ ഇൻ്റർവ്യൂ കാണുമ്പോൾ അതിൻ്റെ കറക്റ്റ് വിഷ്വൽ റെപ്രസെൻറ്റേഷൻ തന്നെയാണ് സിനിമയിൽ ചെയ്തിട്ടുള്ളത്. സോ സിനിമയിലേക്ക് പോവുകയാണെങ്കിൽ പെർഫോമൻസിൻ്റെ ബേസിൽ സൗമിക്കയും ശ്രീനാഥ് വാസിയും അതുപോലെ തന്നെ ഖാലിദ് റഹ്മാൻ ആ ഡ്രൈവറായി വന്നിട്ട് ഒരു പൊളി അങ്ങ് പൊളിച്ചു എന്ന് തന്നെ പറയണം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത അഭിനയം, മീൻസ് അത് ഇങ്ങനെ അഭിനയിച്ച് ഇങ്ങനെ തഴമ്പിച്ച ഒരാൾ അഭിനയിക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും, അങ്ങനെ അത്രയും ഇതായിട്ട്. ഓക്കെ, അപ്പം എന്തായാലും മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ തന്നെ നിങ്ങൾ പോയി കാണേണ്ട ഒരു പടമാണ് ഉറപ്പായിട്ടും. മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു, ഉറപ്പായിട്ടും അത് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട എക്സ്പീരിയൻസ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മീൻസ് നമ്മൾ സിനിമയിലേക്ക് ഇറങ്ങിപ്പോകും. അതാണ് സിനിമേൻ്റെ, നമ്മൾ സിനിമ കാണുന്ന സമയത്തായാലും അതിൻ്റെ ബേക്കിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ക്യൂരിയോസിറ്റിയോടുകൂടി അത്ര ആകാംക്ഷയോടുകൂടി അവർ അനുഭവിക്കുന്ന ആ ഒരു വേദനയും ഇതൊക്കെ ഇല്ലേ നമ്മളും അനുഭവിക്കുന്ന രീതിയിൽ തന്നെയാണ് സിനിമ പോകുന്നത്. അതാണല്ലോ ഒരു സർവൈവൽ ത്രില്ലറിന് വേണ്ടേ. അതായത് നമ്മൾ അവരിൽ ഒരാളായിട്ട് അവർക്കൊന്നും പറ്റരുതേ നമുക്കറിയാം. അൾട്ടിമേറ്റ്ലി നമുക്ക് ചിലപ്പം അവസാനം എന്താവും എങ്ങനെയാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നിരുന്നാൽ കൂടി നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും, ഒന്ന് വേഗം എന്നുള്ള രീതിയിൽ. അത് ഭയങ്കര മീൻസ് നല്ല എക്സ്പീരിയൻസ് ആയി ചെയ്തിട്ടുണ്ട്. എന്തായാലും അവർ ഒരു ഗ്രേറ്റ് വാരിയർ എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. സുഹൃത്ത് ബന്ധങ്ങൾക്ക് വേണ്ടി അവർ ചെയ്ത മീൻസ് അത്രത്തോളം അവർ പവർഫുള്ളായിട്ട് പറഞ്ഞു, ഞങ്ങൾ ആ കൂട്ടുകാരനെയും കൊണ്ടേ ഇവിടുന്ന് പോവുള്ളൂ എന്ന് പറഞ്ഞ ആ ഒരു പവർഫുൾ പോയിന്റ് തന്നെയാണ് ആ ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ ഭയങ്കര ഇതെന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ബാക്കിയുള്ളവർ ഇറങ്ങില്ല എന്ന് പറയുന്ന സമയത്ത് അവരിൽ ഒരാൾ തന്നെ ഇറങ്ങി ആ വ്യക്തിയെ മീൻസ് നമുക്ക് തന്നെ അറിയാമല്ലോ, ഒരു സാധാ എന്തെങ്കിലും ഒരു ഇതിലേക്ക് തന്നെ നമ്മൾ കുഴിയിലേക്ക് വീണാൽ അവിടെ ഇവിടെയൊക്കെ തട്ടി താഴേക്ക് വീണ് കഴിഞ്ഞാൽ എമ്മാരെ സിറ്റുവേഷനിലായിരിക്കും. അതിൽ നിന്ന് ആ വ്യക്തിനെ പൊന്തിച്ചെടുത്തുകൊണ്ട് വന്നു എന്ന് പറയുന്നത് ഭയങ്കര തന്നെയാണ് കേട്ടോ. സോ എന്തായാലും തിയേറ്ററിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്നത്. ഇത്രയും ആൾക്കാരുടെ എല്ലാവരുടെ പെർഫോമൻസും നല്ല മനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതാണ് ആ ഒരു ഇതിൻ്റെ മീൻസ് നമുക്ക് ആ ഒരു ഒഴുക്കിൽ നമ്മൾ ആ സർവൈവൽ ത്രില്ലറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്തായാലും ഒരുപാട് താങ്ക്സ് ഇങ്ങനെ ഇതുപോലുള്ള സിനിമകൾ. ഇപ്പം നമ്മൾ ഈ ഒരു ഫെബ്രുവരി മാസം എടുത്ത്